ശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഈ പറയുന്ന ഒരു രഹസ്യ വരി ഇങ്ങനെ ഉരുവിട്ടാൽ അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരുന്നുണ്ട്. എന്തും ശിവഭഗവാൻ സാധിച്ചു തരും. അതിനെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ചെയ്തു നോക്കുക, നല്ല കാര്യമാണ്. ശരിയായി ചെയ്തവർക്കൊക്കെ ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തും ഭഗവാൻ സാധിച്ചു വരും. പക്ഷേ അത് ഉരുവിടേണ്ട ഒരു രീതിയുണ്ട്. അത് ഒരു വരിയേ ഉള്ളൂ, രഹസ്യ വരിയാണ്. അത് ഉരുവിടേണ്ട രീതിയിലാണ് അതിൻ്റെ കാര്യം ഇരിക്കുന്നത്. അത്ഭുതകരമായ ഒരു കാര്യമാണ്, ശിവരഹസ്യമാണ്. ഏതൊരാൾക്കും ചെയ്യാവുന്നതാണ്. നിങ്ങൾ ചെയ്തു നോക്കുക, നല്ല കാര്യമാണ്. ചെയ്തവർക്കൊക്കെ, ശരിയായിട്ട് ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതോടൊപ്പം ഇപ്പം ചില വീടുകളിൽ മക്കൾ വളരെ ഒരു മോശം രീതി പോകുന്ന, അല്ലെങ്കിൽ മോശമായ സൗഹൃദങ്ങൾ, അല്ലെങ്കിൽ മോശമായ ചില ബന്ധങ്ങൾ, അല്ലെങ്കിൽ മോശമായ ചില കൂട്ടുകെട്ടുകൾ, ഇങ്ങനെയൊക്കെ പോകുന്ന ചില മക്കൾ, അവരൊക്കെ നല്ല രീതി വരാനുള്ള ചില കാര്യം. പിന്നെ ഇനി ഭർത്താവായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, അവരും മോശമായ ചില രീതികളിലൊക്കെ ചില ബന്ധങ്ങളും അല്ല രീതികളൊക്കെ പോകണം, അവരും നല്ല രീതി വരാനുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. അതോടൊപ്പം മുൻജന്മ കർമ്മദോഷങ്ങൾ മാറാൻ ഉള്ള അത്ഭുതകരമായ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് ചെയ്യേണ്ടതൊക്കെ പ്രത്യേക രീതിയിലാണ്. നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന പലതും ശരിയായ രീതിയിലല്ല. അതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ ഫലം കിട്ടാത്തത്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതെല്ലാം ഞാൻ ക്ലിയർ കട്ടായിട്ട്, വളരെ കൃത്യമായിട്ട്, കാരണം നമ്മുടെ അറിവുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രാണായാമം, യോഗ, സന്യാസിവര്യന്മാരുമായിട്ടുള്ള ആ ഒരു കാര്യങ്ങളിൽ നിന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഗുരുക്കന്മാർ, ആ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടുന്ന അഗസ്ത്യരായിക്കോട്ടെ, തിരുമൂലരായിക്കോട്ടെ, സാക്ഷാൽ ശിവഭഗവാൻ, ദേവാദിദേവൻ, എൻ്റെ ഈശ്വരൻ, ആ അകവും പുറവും ധ്യാനിക്കുന്ന ഭഗവാനിൽ നിന്നായിക്കോട്ടെ, അങ്ങനെ വരുന്ന നല്ല രീതിയിലുള്ള അറിവുകളാണ്. അത് ആ രീതി ചെയ്യുമ്പോഴാണ് ഫലമുണ്ടാകുന്നത്. അതും ഇതും അറിഞ്ഞുകൊണ്ടൊന്നും ജീവിതം മാറാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് പ്രയോജനപ്പെടുത്തുക. ആവശ്യമുള്ളവർ കാണുക, ആവശ്യമുള്ളവർ ചെയ്യുക. ആർക്കും ഷെയർ ചെയ്യേണ്ട. സമയമാകുന്നവർ, ഈശ്വരാധീനമുള്ളവർ, ശിവഭഗവാന്റെ അനുഗ്രഹമുള്ളവരെ, സമയമായവർ കണ്ടെത്തിക്കോളും, തന്നെ കണ്ടോളും. ഇപ്പം നമ്മളൊരാൾക്ക് ഷെയർ ചെയ്താലും അവർ കാണണമെന്നൊന്നും നിർബന്ധമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ആ ഭഗവാന്റെ അനുഗ്രഹമുള്ളവർ ഇത് കണ്ടുകൊള്ളും. അതെനിക്ക് സംശയമൊന്നുമില്ല. അത് എനിക്ക് ഭഗവാൻ തന്നിരിക്കുന്ന ഉറപ്പാണ്. ധ്യാനാവസ്ഥയിൽ ഭഗവാന്റെ അരുളപ്പാട് ധ്യാനാവസ്ഥയിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള കാര്യമാണ്. നീ പറഞ്ഞോ, ആവശ്യമുള്ളവർ കണ്ടോളും, ആത്മീയമായ കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു തരുന്നത്. ഇതുപോലെ രഹസ്യങ്ങളൊന്നും ആരും പറഞ്ഞു തരത്തില്ല. ധ്യാനാവസ്ഥയിൽ എനിക്ക് കിട്ടിയ ഒരു ഉൾജ്ഞാനമാണത്. അതുകൊണ്ട് എനിക്കറിയാം, വേണ്ടവർ കാണുമെന്ന് എനിക്കറിയാം. അത് ആവശ്യമുള്ളവർ കണ്ടോളും. നിങ്ങളായിട്ട് ആർക്കും ഷെയർ ചെയ്യുകയൊന്നും വേണ്ട. അപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ആവശ്യമുള്ളവൻ തേടി പിടിച്ചോളും, യാതൊരു കുഴപ്പമില്ല. അങ്ങനെ ഉള്ളവർക്ക് അതിൻ്റെ വില അറിയത്തുള്ളൂ, അങ്ങനെയുള്ളവർക്ക് പ്രയോജനപ്പെടുത്തുള്ളൂ. അപ്പോൾ ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില, ഇതൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്യുന്നത്. വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർ ആ നമ്പർ നോക്കി, നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഞാൻ പറയും എങ്ങനെ ചെയ്യുന്നതെന്ന്. ഫ്രീ ആകുമ്പോൾ ഞാൻ മെസ്സേജ് ചെയ്യും എങ്ങനെ ചെയ്യുന്നു. ഞാൻ നല്ല കാര്യം മാത്രമേ പറയത്തുള്ളൂ. അത് ചെയ്യാൻ ക്ഷേത്രത്തിലൊക്കെ ചെയ്യാവുന്ന നല്ല വഴിപാടുകളും, സ്വയം ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനകളും, പിന്നെ ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ശരനൂൽ രഹസ്യ ശിവവിദ്യ, അത് ഞാൻ പറയുന്നത് വേറെ ആരും പറഞ്ഞു തരത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. എല്ലാം നല്ല കാര്യങ്ങൾ. ആവശ്യമുണ്ട്, വീഡിയോ പറയുന്ന പോലെ നല്ല കാര്യങ്ങൾ ആവശ്യമുണ്ട്, ചെയ്യാലോ ചെയ്യാതിരിക്കുക. എല്ലാവർക്കും മെസ്സേജ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരുപാട് മെസ്സേജുകളാണ് എനിക്ക് വരുന്നത്. ഞാൻ ഇന്നലെ വീഡിയോ പറഞ്ഞായിരുന്നു. കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് വീഡിയോ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞതാണ്. പക്ഷേ എങ്കിലും ഞാൻ ഒന്നുകൂടെ ആ മെസ്സേജിൻ്റെ ഒരു ബാഹുല്യം ഓർപ്പിക്കുകയാണ്. 6000 മെസ്സേജാണ്. ഞാൻ 6000 ഫോട്ടോസ്, കൈയുടെയും ഗ്രഹനിലയൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ എല്ലാവർക്കും തിരിച്ച് മെസ്സേജ് ചെയ്യാൻ പറ്റത്തില്ല. ഒരുപാട് മെസ്സേജുകൾ വരുമ്പോൾ പറ്റുന്നവർക്ക് വാട്സപ്പ് റിപ്ലൈ ചെയ്യും, ഫ്രീ ആകുന്നതനുസരിച്ച്. അങ്ങനെയാണ് സാഹചര്യം. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. എല്ലാവരെയും ശിവഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ശിവഭഗവാനെ പാദത്തിൽ സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യേണ്ട, ആവശ്യമുള്ളവർ കണ്ടോളും. അപ്പോൾ ഇനി വിശദമായിട്ട് പറഞ്ഞുതരാം. നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട്, ഇതിന് ശുദ്ധി അശുദ്ധിയൊന്നും ബാധകമല്ല. ഇപ്പോൾ ദാമ്പത്യ ബന്ധം പുലർത്തുന്നവർക്കൊന്നും കുഴപ്പമില്ല, ഭക്ഷണക്രമങ്ങളിലൊന്നും കുഴപ്പമില്ല.
നിങ്ങൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾ കിടക്കപ്പായി ഇരുന്നുകൊണ്ട് നിങ്ങൾ ഒന്നുകിൽ പടിഞ്ഞാട്ട് നോക്കിയിരുന്ന് ചെയ്യുക, അല്ലെങ്കിൽ വടക്കോട്ട് നോക്കിയിരുന്ന് ചെയ്യുക. വടക്കോട്ട് നോക്കിയിരുന്ന് ചെയ്താൽ കൂടുതൽ നല്ലതായിരിക്കും. ഇനി പടിഞ്ഞാട്ട് നോക്കിയിരുന്ന് ചെയ്താലും കുഴപ്പമില്ല. വടക്കല്ല പടിഞ്ഞാറ് ഏതെങ്കിലും ഒരു ദിക്കിലേക്ക് ഇരിക്കുക. ഇരുന്നിട്ട് നിങ്ങളുടെ 2 മൂക്കിൻ്റെ സൈഡിൽ വേണം. മൂക്കിന് നേരെ പിടിച്ചാൽ അറിയാൻ പറ്റത്തില്ല. സൈഡിൽ ഇങ്ങനെ കൈ പിടിച്ച് ഏത് മൂക്കിൽ കൂടെ ആ സമയത്ത് ശ്വാസം സഞ്ചരിക്കുന്നതെന്ന് സ്വയം മനസ്സിലാക്കുക. ഇങ്ങനെ പിടിച്ചാലേ അറിയത്തുള്ളൂ. സൈഡിൽ പിടിക്കണം, നേരെ പിടിച്ചാൽ അറിയത്തില്ല. അപ്പോൾ ഈ ഒരു മൂക്കിൻ്റെ സൈഡിൽ പിടിച്ച് നോക്കുക, മറ്റേ മൂക്കിൻ്റെ സൈഡിൽ പിടിച്ച് നോക്കുക. അപ്പോൾ ഏത് മൂക്കിൽ കൂടാണ് കൂടുതൽ ശ്വാസം സഞ്ചരിക്കുന്നത് നോക്കുക. ശ്വാസം കുറവ് സഞ്ചരിക്കുന്ന മൂക്കിൽ മനസ്സുകൊണ്ട് ശ്രദ്ധിക്കണം. ശ്വാസം കൂടുതൽ സഞ്ചരിക്കുന്ന മൂക്കല്ല. പക്ഷെ നമ്മൾ നോക്കണം ഏത് മൂക്കിൽ കൂടെ ആ ശ്വാസം കൂടുതൽ സഞ്ചരിക്കുന്നത്. ആ മൂക്കല്ല, ശ്വാസം കുറച്ച് സഞ്ചരിക്കുന്ന മൂക്കിൽ നമ്മൾ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച്, മൂക്കിനുള്ളിലെ ശ്വാസത്തെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ഈ രഹസ്യ വരി ജപിക്കണം. അപ്പം ഈ ശ്വാസം കുറവ് സഞ്ചരിക്കുന്ന മൂക്കിനുള്ളിലെ മനസ്സുകൊണ്ട് ശ്രദ്ധിക്കുന്നതാണ് ഇതിൻ്റെ പ്രധാന രഹസ്യം. അവിടെയാണ് ഇതിൻ്റെ മർമ്മം. അതാണ് പ്രധാന രഹസ്യം. ഈ രഹസ്യ വരി അത് അത്ഭുതകരമായ ഒരു വരിയാണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പക്ഷെ അതിൻ്റെ ഒരുപാട് പ്രയോഗങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് അറിയത്തില്ല. ശിവായ നമയാണ്. ഇത് മോഹന മന്ത്രമാണ്. ഏത് ആഗ്രഹവും സാധിച്ചിരുന്ന മന്ത്രമാണ്. ഈ മന്ത്രത്തിനകത്ത് ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ഈ ശിവായ നമ കൊണ്ട് തന്നെ സാധിക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. കാരണം എനിക്ക് അതിൻ്റെ കുറേ സംഭവങ്ങൾ അറിയാം. അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതി അല്ല ശിവായ നമ. അതിനപ്പുറത്ത് അതിനൊരു തലമുണ്ട്. അതാ ശിവയോഗത്തിൽ വരുന്നവർക്കേ അറിയത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് വേണ്ടത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, അത് ചെയ്യുക. ശിവായ നമ തിരിച്ചും മറിച്ചു വിട്ട് ഒരുപാട് രീതിയിൽ ഉള്ള വിദ്യകളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ മനസ്സിലാക്കാത്രേ ഉള്ളൂ. അത് ശിവയോഗം ചെയ്യുന്നവർക്ക് ഈശ്വരൻ കൊടുക്കുന്ന ചില സംഭവങ്ങളാണ്. അതുപോട്ടെ, ഇപ്പം നിങ്ങൾക്ക് വേണ്ട പറഞ്ഞുതരാം. ശിവായ നമ എന്ന് ഞാൻ മോഹന മന്ത്രമാണ്. ഏത് ആഗ്രഹവും സാധിച്ചു തരുന്ന മന്ത്രമാണ്. ലൗകിക സുഖങ്ങളും ആത്മീയ അനുഗ്രഹങ്ങളും രണ്ടും ഒരുപോലെ ലഭിക്കുന്ന മന്ത്രമാണ്. അപ്പോൾ ശിവായ നമ നിങ്ങളുടെ ശ്വാസം കുറവ് പോകുന്ന മൂക്കിൽ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ശ്വാസം കുറവ് പോകുന്ന മൂക്കിൽ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് മനസ്സിൽ ശിവായ നമ എന്ന് കണ്ണടച്ചോ കണ്ണു തുറന്നോ ചെയ്യാം. ഒരു 3 തവണ ജപിക്കുക. അല്ല, 1 തവണ ജപിച്ചാലും മതി. 1 തവണ മതി. ഒറ്റ തവണ ജപിച്ചാൽ മതി. എന്നിട്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് ഭഗവാനോട് പറയുക. എന്നിട്ട് കിടന്നുറങ്ങുക. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഇത് 1 തവണ ചെയ്തുകൊണ്ട് ഫലം കിട്ടണമെന്നൊന്നുമില്ല. നിത്യേന ചെയ്യുക. രാത്രി നിങ്ങളുടെ ഏത് ആഗ്രഹവും ന്യായവും സത്യസന്ധവുമായ നിങ്ങൾക്ക് ലഭിക്കേണ്ടതാണെങ്കിൽ ഭഗവാൻ സാധിച്ചു തരും. ഭഗവാനോട് നിങ്ങൾക്ക് അപാരമായ ഭക്തിയും സ്നേഹവും വിശ്വാസവും ഒക്കെ ഉണ്ടാകണം. എങ്കിലേ ആ വിദ്യ ഫലിക്കത്തുള്ളൂ. നിത്യേന ചെയ്യുക. എന്തും ഭഗവാൻ സാധിച്ചു വരും. എന്തും, എവരിത്തിങ്. ഭഗവാൻ നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമേ പറയാവുള്ളൂ. ഇത് നിത്യേന രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യുക. ഇനിയും നിങ്ങളിപ്പോൾ ഒരു ഓഫീസിൽ ചെന്നു. നിങ്ങളുടെ എതിരിരിക്കുന്ന ആളെ വശത്താക്കാൻ വേണ്ടി ഈ വിദ്യ ചെയ്യുക. ഞാൻ പണ്ടൊരു ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഒരു ഡിപ്പാർട്ട്മെൻ്റ് കാര്യത്തിൽ ഒരിടത്ത് പോയപ്പം അദ്ദേഹത്തിൻ്റെ ഒരു മേലുദ്യോഗസ്ഥന് ഫോൺ വിളിച്ചപ്പം പറഞ്ഞു ഞാൻ അനുവദിച്ചു തരത്തില്ലെന്ന്. അപ്പം പോകുന്ന വഴി ഇദ്ദേഹം എന്നെ കണ്ടു. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളായാലും ഒരു ശ്വാസവിദ്യ ചെയ്ത് ചിലപ്പോൾ ശരിയാകും. നിങ്ങൾ ചെയ്ത പോലെ ഇരിക്കും. ഇദ്ദേഹം അവിടെ ചെന്ന് ആ ശ്വാസവിദ്യ ചെയ്ത് ഇദ്ദേഹം പറഞ്ഞ കാര്യം പുള്ളി അംഗീകരിച്ചു. അത് അനുവദിച്ചു കൊടുത്തു. അപ്പോൾ ആ ശ്വാസവിദ്യ എന്ന് പറഞ്ഞാൽ ശ്വാസം പോകാത്ത മൂക്കിൽ, അല്ലെങ്കിൽ ശ്വാസം കുറച്ച് പോകുന്ന മൂക്കിൻ്റെ സൈഡിൽ ആളെ നിർത്തി സംസാരിച്ചാൽ ആൾ വശപ്പെടുമെന്നുള്ളതാണ്. പക്ഷെ ഇന്ന് ഞാൻ പറയുന്നത് അതല്ല. ഈ വിദ്യ ചെയ്താൽ മതി. ഇപ്പം നിങ്ങളുടെ ഓപ്പോസിറ്റ് ഒരാളിരിക്കുന്നു, അവർ നിങ്ങൾക്കൊന്ന് അനുകൂലമാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ, എന്നുവെച്ചാൽ ന്യായമായ സത്യസന്ധമായ കാര്യത്തിന് വേണ്ടി മാത്രം കേട്ടോ. ഈ ശിവരഹസ്യങ്ങളെല്ലാം സത്യസന്ധമായ ന്യായമായ കാര്യത്തിന് വേണ്ടി, അല്ലാത്ത കാര്യത്തിന് വേണ്ടി ചെയ്താൽ തിരിച്ചടി വരും. കാരണം ഇതെല്ലാം നന്മയുള്ള കാര്യങ്ങളാണ്. നല്ല കാര്യത്തിന് വേണ്ടി മാത്രം ചെയ്യുക കേട്ടോ. അങ്ങനെ അതുകൂടെ മനസ്സിലാക്കണം. അറിയുമ്പോൾ മുഴുവൻ അറിയണം. അപ്പം നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാൾ നമുക്കൊരു കാര്യം സാധിക്കാൻ ചെന്ന് ഒരു ഓഫീസിൽ ചെന്ന് നമുക്ക് അനുകൂലമാക്കി എടുക്കണം. നമ്മൾ ഈ ശ്വാസം പോകാത്ത മൂക്ക് ഏതാണെന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതിപ്പം അയാളുടെ മുന്നിലോട്ട് ചെല്ലുന്നതിന് മുമ്പ് ചെക്ക് ചെയ്താൽ മതി. അവിടെ ഇരുന്നോട്ട് ചെക്ക് ചെയ്യണ്ട. ചിലപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആളായിരിക്കും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ. കാരണം ഒരുപാട്
ആളുകൾ നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുന്നവരുണ്ട് ഒരുപാട്. അപ്പോൾ നിങ്ങളതുകൊണ്ട് മുന്നിൽ നിന്ന് അഭ്യാസമൊന്നും കാണിക്കണ്ട. അങ്ങോട്ട് അയാളുടെ മുന്നിലോട്ട് കയറുന്നതിന് മുമ്പ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ഏത് മൂക്കിക്കൂടെ ശ്വാസം കുറച്ച് പോകുന്നതെന്ന് നോക്കുക. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇരുന്ന് നിങ്ങൾക്കൊന്ന് അനുകൂലമാക്കിയിട്ട് നിങ്ങളുടെ കാര്യം സാധിക്കണം, ന്യായമായ സത്യസന്ധമായ ഒരു കാര്യമാണ് എങ്കിൽ എന്നിട്ട് ആ ശ്വാസം കുറവ് പോകുന്ന മൂക്കിലെ ശ്വാസത്തെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് കണ്ണ് തുറന്നുകൊണ്ട് തന്നെ മനസ്സിൽ ശിവായ നമാന്ന് ജപിച്ച് ഭഗവാനെ ഈ കാര്യം എനിക്ക് സാധിച്ചു തരണേ എന്ന് പറയുക. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പൂർണ്ണ വിശ്വാസത്തിൽ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു തവണ ചെയ്താൽ വശമാകണമെന്നില്ല, ചിലപ്പോൾ ഇനിയും അടുത്ത ഒരു തവണ കൂടെ പോകേണ്ടി വരാം. ഇത് നിങ്ങൾ ഈ വിദ്യ ചിലർക്ക് പലതവണ ചെയ്യണം വശമാകണം, ചിലർക്ക് പെട്ടെന്ന് വശമാകും. ഏതായാലും നിങ്ങളിത് ചെയ്യുക, അല്ലെ വീണ്ടും പോകുമ്പോഴിത് ചെയ്യുക. എന്തായാലും നിങ്ങൾ ആ ചെയ്യുന്ന മനസ്സ് ഭഗവാനിൽ ചെന്നാൽ നിങ്ങളുടെ ആ കാര്യം ഭഗവാൻ സാധിച്ചു വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകും. ഇത് ദിവസവും വൈകിട്ട് ചെയ്യണം, അപ്പോൾ ഇത് വശപ്പെട്ടോളും. പിന്നെ ഇത് പല ആവർത്തി ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമ്മളൊരു സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്നത് തന്നെ ഒരു ദിവസം കൊണ്ടല്ലല്ലോ, എത്ര തവണ ചവിട്ടുമ്പോഴാണ് സൈക്കിൾ ചവിട്ടാൻ പഠിക്കും, ബാലൻസ് കിട്ടുന്നത്. ഇതുപോലെ തന്നെയാണ് ഈ വിദ്യകളെല്ലാം. പലതവണ ചെയ്യുമ്പോഴാണ് അത് നമ്മുടെ ശരീരവുമായിട്ട്, നമ്മുടെ മനസ്സുമായിട്ട്, നമ്മുടെ ബോധവുമായിട്ട് ഒക്കെ പൊരുത്തപ്പെടുന്നത്. അതുകൊണ്ടാണ് വശപ്പെടുത്താൻ പലതവണ ചെയ്യണമെന്ന് പറഞ്ഞത്. ഒരു തവണ ചെയ്താലൊന്നും ഒരു വിദ്യയും ഫലം ഉണ്ടാകത്തില്ല. അപ്പോൾ ഇത് നിങ്ങൾ പലപ്പോഴും ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഒരു ദിവസം നിങ്ങൾക്കത് വശപ്പെടും. പിന്നെ നിങ്ങൾ എപ്പം ചെയ്താലും ഇത് വശമാകും. അങ്ങനെയാണ് നമ്മൾ എല്ലാം പറഞ്ഞു കൊടുക്കുന്നവരെല്ലാം അങ്ങനെയാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാളെ വശമാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. മനസ്സിലായല്ലോ? അപ്പോൾ നമ്പർ 2 2 കാര്യം പറഞ്ഞു. നമ്പർ 1 വൈകിട്ട് കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യുന്ന കാര്യം. നമ്പർ 2 നമ്മളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാളെ വശമാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യം, നല്ല കാര്യത്തിന് വേണ്ടി. നമ്പർ 3 നിങ്ങൾക്കിത് ആരെ ചിന്തിച്ചും ചെയ്യാം. ഇപ്പം ഭർത്താവ് പിണക്കത്തിലാണ്, അപ്പോൾ ഭർത്താവിൻ്റെ ഭാഗത്താണ് കുറ്റം. ഞാനെപ്പോഴും ന്യായത്തിൻ്റെ ഭാഗത്തേ നിൽക്കത്തുള്ളൂ. അപ്പോൾ ഭർത്താവിൻ്റെ ഭാഗത്താണ് കുറ്റമെങ്കിൽ, ഭാര്യയുടെ ഭാഗത്ത് കുറ്റമെങ്കിൽ ഇത് ചെയ്യാൻ ഞാൻ പറയത്തില്ല. ഭർത്താവിൻ്റെ ഭാഗത്താണ് കുറ്റമെങ്കിൽ ന്യായമായ കാര്യമാണ്, അത് ന്യായമായ കാര്യം. അപ്പം ഭർത്താവിനെ ചിന്തിച്ച് ഇടതുമൂക്കിൽ ഇങ്ങനെ ചെയ്യാം. അവർ വശമായി നല്ല രീതിയിൽ കുടുംബജീവിതം മുന്നോട്ട് പോകും. ഇനി ഭർത്താവിനും ചെയ്യാം. അതുപോലെ മക്കളെ ചിന്തിച്ച് ചെയ്യാം, മക്കൾക്ക് അമ്മയെ ചിന്തിച്ച് ചെയ്യാം, മക്കൾക്ക് അച്ഛനെ ചിന്തിച്ച് ചെയ്യാം. പിന്നെ ജോലി സ്ഥലത്തെ ബോസ് ഉണ്ടെങ്കിൽ ബോസിനെ ചിന്തിച്ച് ചെയ്യാം. എല്ലാം നല്ല കാര്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക ഈ വിദ്യ. ഇങ്ങനെ ഈ രീതിയിൽ ഈ വിദ്യ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. അപ്പോൾ ഇത് അത്ഭുതകരമായ ഒരു വിദ്യയാണ്, ആശ്ചര്യകരമായ ഒരു വിദ്യയാണ്. ശരനൂൽ രഹസ്യം തന്നെയാണ് കേട്ടോ. ശരനൂൽ രഹസ്യം എന്ന് പറഞ്ഞാൽ ശിവനിൽ നിന്ന് വന്ന വിദ്യകൾ ഇതല്ല. അപ്പം നിങ്ങൾ നല്ല കാര്യത്തിന് വേണ്ടി ഇത് പ്രയോജനപ്പെടുത്തുക. ഭഗവാനെ നിങ്ങൾ സ്മരിക്കുക കൂടി ചെയ്യും, അതാണ് എനിക്ക് സന്തോഷം. ഈ വിദ്യ ചെയ്യുമ്പോൾ നിങ്ങൾ ശിവനെ കൂടെ സ്മരിക്കും, അതാണ് എൻ്റെ സന്തോഷം. കാരണം ഭഗവാനെ നിങ്ങൾ അറിയുന്നു, അതിൽ പരം ഭാഗ്യം വേറൊന്നുമില്ല. എത്ര ജന്മങ്ങളെടുത്താലും എന്തൊക്കെ ചെയ്താലും ശിവനെ അറിയാതെ പോയാൽ ആ ജന്മം വൃദ്ധമാണ്. ആരെ വിളിച്ചാലും ശിവനെ വിളിക്കണം, ഭഗവാനെ. കാരണം ഭഗവാൻ ഏറ്റവും നിഷ്കളങ്കനാണ്, നിർമ്മലനാണ്, നീതിമാനാണ്, പക്ഷപാതമില്ല, അസുരനോ ദേവനോ ഒന്നുമില്ല. അതായത് ദേവന്മാർക്ക് അമൃത് ലഭിച്ചപ്പോൾ അസുരന്മാർക്ക് ഭഗവാൻ മൃതസഞ്ജീവനി മന്ത്രം കൊടുത്തു. അങ്ങനെയാണ് ആ നീതി ഭഗവാൻ നടപ്പിലാക്കിയത്. അപ്പം ഭഗവാൻ നീതിമാനാണ്. ഭഗവാന് മുന്നിൽ അസുരനോ ദേവനോ ഒരു പക്ഷാപാതവുമില്ല. ഭഗവാൻ നിർമ്മലനാണ്, നിഷ്കളങ്കനാണ്. അപ്പോൾ ഭഗവാനെ അറിയാതെ പോയാൽ ഈ ജന്മം വ്യർത്ഥമാകും. ഇതിപ്പോൾ ഞാൻ പറയുന്ന എല്ലാവരും ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. നമ്മൾ കേട്ടാൽ ഞെട്ടിപ്പോകും. അങ്ങനെയുള്ള ആളുകൾ വരെ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ചെയ്യുമോ എന്ന് വിചാരിക്കും. അങ്ങനെയുള്ളവർ വരെ ഒരുപാട് പല വിഭാഗത്തിൽപ്പെട്ടവർ, പല പൊസിഷനിൽ ഇരിക്കുന്നവർ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ അതിൻ്റെ ഗുണമുണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാം നല്ല കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ നിങ്ങളിത് നിങ്ങളുടെ ആവശ്യം പോലെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ചെയ്യുവാണെങ്കിൽ വിശ്വാസത്തോടെ ചെയ്യുക, മനസ്സിലൊരു നന്മ ഉണ്ടാകണം, നന്മയോടുകൂടി ചെയ്യുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ ആവശ്യം പോലെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഇനിയും പറയുന്ന കാര്യം, ഈ മക്കൾ വീട്ടിൽ ചിലപ്പോൾ മോശമായ ചില റിലേഷൻ, മോശമായ ചില കൂട്ടുകെട്ടുകൾ, അങ്ങനെ മോശമായ ചില ശീലങ്ങൾ ഇതിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ആ മക്കളുടെ പേരിൽ അവരുടെ പക്കനാളിനും ജന്മനക്ഷത്രം മാസത്തിൽ വരുന്ന ദിവസവും പക്കനാളിനും, അതുപോലെ വെള്ളിയാഴ്ചകളിൽ, സാധാരണ ഒരു മാസം 4 ആഴ്ചയുണ്ടല്ലോ, അങ്ങനെ വെള്ളിയാഴ്ചകളിൽ ഭദ്രകാളിക്ക് കടുംബായുഷ്വം, രക്തപുഷ്പാഞ്ജലി, ചുമന്ന പൂക്കൾ, അല്ലെ ചെമ്പരത്തിപ്പൂ കൊണ്ടുള്ള മാല. ചില സ്ഥലങ്ങളിൽ ചെമ്പരത്തിപ്പൂ കൊണ്ടുള്ള മാല ഇല്ലെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളിടത്ത് കടുംബായുസ്വം രക്തപുഷ്പാഞ്ജലിയും ചെയ്യുക, ചുമന്ന പൂക്കൾ കൊണ്ട് ശ്രീകോവിലിനുള്ളിൽ അർച്ചന ചെയ്യുക. അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഇത് പക്കനാളിനും വെള്ളിയാഴ്ചകളും ആവർത്തിക്കണം. എത്രയോ കുട്ടികൾ മോശം ചില ബന്ധങ്ങളിലും മോശം ചില കൂട്ടുകെട്ടുകളിലും ഒക്കെ പോയി നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്നറിയാമോ?
ചെയ്താൽ മതി. വിശ്വാസത്തോടെ ചെയ്യണമെന്ന് മാത്രം. ഭദ്രകാളിയോ ഇനി ഇത് ഭർത്താവിന് വേണ്ടി ചെയ്യാം. ഭർത്താവ് മോശം ചില രീതിയിൽ പോകുന്നു, അല്ലെങ്കിൽ ഭാര്യ മോശം രീതിയിൽ പോകുന്നു, ആർക്ക് വേണ്ടി ചെയ്യാം, മക്കൾക്ക് വേണ്ടി ചെയ്യാം, ആർക്ക് വേണ്ടി ചെയ്യാം. ഇത് പിന്നെ ഒരു കുറച്ച് ഇത് സാധിക്കുന്ന പോലെ ആവർത്തിക്കണം എന്നുള്ള അതിൻ്റെ രഹസ്യം. ആവർത്തിക്കണം, അതാണ് അതിൻ്റെ രഹസ്യം. ഇപ്പോൾ ഒരു മൂന്നോ നാലോ തവണ ചെയ്തിട്ട് നിർത്തരുത്. സാധിക്കുന്ന പോലെ കൂടുതൽ ചെയ്യുമ്പോഴാണ് ഇത് ബലം ഉണ്ടാകുന്നതായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് അനുഭവം ഉണ്ട്. അതുകൊണ്ടാണ്. അതായത് ഒരു കുട്ടി ഇതുപോലെ ഒരു പ്രേമത്തിലേക്ക് അകപ്പെട്ട് അത് പഠിക്കുന്ന 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 10ാം ക്ലാസ് അല്ല, പ്രീ ഡിഗ്രി ആണെന്ന് തോന്നുന്നു, പ്രീ ഡിഗ്രിയോ +2 വേണ്ട. അപ്പം വളരെ മോശമായ ഒരവസ്ഥയിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ചെയ്യാൻ പറഞ്ഞു. അവർ പിന്നീട് എന്നെ കണ്ടപ്പം പറഞ്ഞു അതിൽ നിന്നെല്ലാം സ്വയമേവ ആ കുട്ടിയും ആ ചെറുക്കനും പിന്മാറി. ആ കുട്ടി ഇപ്പം വിദേശത്താണ് പഠിക്കാൻ പോവുകയാണ്. ഇപ്പം അങ്ങനെയൊന്നുമില്ല, നല്ല മാർക്കോട് കൂടി പാസ്സായി എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ എത്ര നാൾ ചെയ്തെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു ഞങ്ങൾ 6 മാസത്തോളം ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് അതിൻ്റെ രഹസ്യം. നമ്മൾ 1-2 തവണ ചെയ്ത് കഴിഞ്ഞ് നിർത്തിക്കഴിഞ്ഞാൽ അത് കാര്യമില്ല. കാരണം ചിലപ്പോൾ നമ്മളൊരു വഴിപാട് ചെയ്യുമ്പം ആ ദേവത, ഇപ്പം ഭദ്രകാളി ആയിക്കോട്ടെ, നിങ്ങളെ അനുഗ്രഹിക്കേണ്ട ഒരു സമയം വരുമ്പോൾ നിങ്ങൾ ആ പരിസരത്ത് പോലും കാണത്തില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ ഈ ദേവത അനുഗ്രഹിക്കുന്നത് നമ്മളിപ്പം ഞാൻ പറയാം 7 വെള്ളിയാഴ്ച ചെയ്യുക, ഇത് കണക്കിട്ട് തരാൻ ഞാൻ ആളല്ല. ഈ ദേവതയാണ് തീരുമാനിക്കുന്നത്. ഈ വരുന്ന മനുഷ്യൻ്റെ കർമ്മം അനുസരിച്ച് ഇയാളെ എപ്പോഴാണ് അനുഗ്രഹിക്കേണ്ടതെന്ന്. അതിന് നമ്മുടെ മുന്നിൽ ഒരു ഉപാധിയുള്ള ആവർത്തിക്കുക എന്നുള്ളത് ലളിതമായ കാര്യമാണല്ലോ, ആവർത്തിക്കുക. അപ്പം അനുഗ്രഹിക്കാൻ നോക്കുമ്പോൾ ആളെ കണ്ടില്ലെങ്കിൽ എന്തോ ചെയ്യും. അപ്പം ഞാനത് ആർക്കും കണക്കിട്ട് കൊടുക്കാറില്ല. ആ ദേവതയാണ് തീരുമാനിക്കുന്നത്. നമ്മൾ ആവശ്യമുള്ളവർ ആവർത്തിക്കുക, സാധിക്കുന്ന പോലെ. അവനൊരു ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ചെയ്തവർക്ക് അതിന് ഗുണമുണ്ടായിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ. ഇനി പറയാൻ പോകുന്ന കാര്യം, ഈ രാവിലെ നമ്മൾ ഉണർന്ന് എഴുന്നേറ്റ് കഴിഞ്ഞ് നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് വിളക്കിൻ്റെ മുന്നിൽ നിന്ന് വെള്ള വസ്ത്രം ഉടുത്തുകൊണ്ട്, പുരുഷന്മാരാണെങ്കിൽ വെള്ളം കൊണ്ട് കൊടുക്കുക, സ്ത്രീകളാണെങ്കിൽ ഇപ്പോൾ സാരി ഉടുത്താലും വെള്ള തോർത്ത്, വലിയ വലിപ്പമുള്ള തോർത്തുണ്ട്, വെള്ള തോർത്ത്. അത് ജൗളിക്കട ചെന്നാൽ കിട്ടും, നല്ല വലിപ്പമുള്ള ആ തോർത്ത് മേടിച്ച് ഈ സാരിയുടെ മുകളിൽ തോർത്തുടുത്താൽ മതി. അപ്പോൾ വെള്ളയാകുമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. അല്ലെങ്കിൽ ഒരു വെള്ളമുണ്ട് എടുത്ത് സാരിയുടെ മുകളിൽ വെള്ളമുണ്ട് കൂടെ ഉടുത്താൽ മതി. എന്തായാലും വെള്ള വസ്ത്രം ഉടുത്തുകൊണ്ട് ജപിക്കണം. ഈ മന്ത്രം, ഞാനീ പറയാൻ പോകുന്ന മന്ത്രം വിളക്കിൻ്റെ മുന്നിൽ നിന്ന് ജപിക്കണം. ഈ മന്ത്രത്തിന് ഒരുപാട് ശക്തിയുണ്ട് കേട്ടോ, ഒരു അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. ഈ മന്ത്രം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്, അതുകൊണ്ട് ഞാൻ വീഡിയോയുടെ താഴെ എഴുതിയൊന്നും ഇടുന്നില്ല. അല്ലാത്തൊരു നെറ്റിലൊക്കെ നോക്കി ഗൂഗിളിലൊക്കെ നോക്കിയാലും കിട്ടും. ഏതായാലും ഞാനൊന്ന് പറഞ്ഞുതരാം. ഓം ഹ്രീം യോഗിനി യോഗേശ്വരി യോഗഭയങ്കരി സകല സ്ഥാപന ജംഗമസ്യ മുഖഹൃദയം മമ വശം ആകർഷയ സ്വാഹ. ഈ മന്ത്രം സ്വയംവര മന്ത്രമാണ്. ഈ മന്ത്രം നിങ്ങൾ വെള്ള വസ്ത്രം ഉടുത്തുകൊണ്ട് നിങ്ങൾ വിളക്കിൻ്റെ മുന്നിൽ നിന്ന് ഇതൊരു 3 തവണ ജപിക്കുക. ജപിക്കുമ്പോൾ ലോകത്തെ മുഴുവൻ മോഹിപ്പിക്കുന്ന സൗന്ദര്യത്തോടു കൂടിയും പുഞ്ചിരിയോടുകൂടിയും നിൽക്കുന്ന ശിവഭഗവാനെ നിങ്ങളുടെ മനസ്സിൽ കാണണം. ആ ശിവഭഗവാന്റെ മുന്നിൽ മാലയുമായി ലജ്ജയോടെ നിൽക്കുന്ന പാർവതി ദേവിയെ സങ്കല്പിച്ച് ഈ മന്ത്രം ജപിച്ചാൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. ഞാൻ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അത്ഭുതകരമായി നിങ്ങൾക്ക് ചിന്തിക്കുന്നതിനപ്പുറത്തുള്ള കാര്യങ്ങളുണ്ടാകും. എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞു, അത് എൻ്റെ അനുഭവമാണ്. എൻ്റെ മൊബൈലിൽ ഒരു സമയത്ത് കുറുകെ ഒരു വലിയ വര പോലെ വന്നിട്ട്, അപ്പം അത് പെട്ടെന്ന് എനിക്ക് ആ സ്ക്രീൻ മാറാനുള്ള ഒരു സാഹചര്യമൊന്നും അപ്പോഴില്ല. സ്ക്രീന് കുറുകെ ഒരു വര പോലെ നന്നായിട്ട് വന്നു. ഞാൻ ഈ ഒരു മന്ത്രം ജപിച്ച് കഴിഞ്ഞ് അത് അത്ഭുതകരമായിട്ട് മാറി എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു കൗതുകമായിട്ടോ തമാശയായിട്ടോ ഒക്കെ തോന്നും. എൻ്റെ അനുഭവം പറയുന്നത്. ഈ മന്ത്രത്തിന് അത്ഭുതകരമായ ജീവിതം മാറ്റാൻ കഴിവുണ്ട്. ഈ മന്ത്രം സാധാരണ എല്ലാവരും വിചാരിച്ചിരിക്കുന്ന സ്വയംവര മന്ത്രം കല്യാണക്കാര്യത്തിന് മാത്രമാണ്. അല്ല, സ്വയംവര മന്ത്രം അളവറ്റ സമ്പത്തിനും ഐശ്വര്യത്തിനും വശ്യത്തിനും ശാപദോഷങ്ങൾ മാറാനും ഏറ്റവും നല്ലതാണ് സ്വയംവര മന്ത്രം. അപ്പോൾ ഈ ശാപദോഷങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത് ശാപദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ പോലും നമുക്ക് വന്നു ചേരുന്ന ഒന്നാണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ അറിവ് പോലും കാണത്തില്ല. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത പ്രവൃത്തികൾ അതിൻ്റെ ചില എഫക്റ്റുകളാണ്. ചിലപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യും, നമ്മൾ ശ്രദ്ധിക്കത്തില്ല, പക്ഷെ വേറൊരാളുടെ മനസ്സിനെ അത് വേദനിപ്പിച്ച് അതൊരു ശാപമായിട്ട് വരും. നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ഫലിക്കത്തുള്ളൂ. ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഫലിക്കും. ഈ ശാപദോഷങ്ങളാണ് ഏറ്റവും കൂടുതൽ ജീവിതം തകർക്കുന്നത്. അപ്പോൾ ഈ ശാപദോഷങ്ങൾ മാറാനും അളവറ്റ സമ്പത്ത് ഐശ്വര്യം ഉണ്ടാകാനും സ്വയംവര മന്ത്രം ഞാനീ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ദിവസവും രാവിലെ ഒരു 3 തവണ വിളക്കിൻ്റെ മുന്നിൽ നിന്ന് വെള്ള വസ്ത്രം എടുത്തുകൊണ്ട് ജപിക്കുക.
അത് നിങ്ങൾ ചൊല്ലുന്ന പ്രാർത്ഥനകൾ ചൊല്ലിക്കഴിഞ്ഞോ ചൊല്ലുന്നതിന് മുമ്പോ എങ്ങനെ വേണമെങ്കിലും ജപിക്കാം. വെള്ളിയാഴ്ച അല്പനേരം കൂടുതലും ജപിക്കണം. 3 എന്നുള്ളത് ഒരു കുറച്ച് നേരം കൂടുതൽ, ഒരു 10 15 അല്ലെ 36 തവണയോ, 3 എന്നുള്ളതിനെക്കാട്ടി കൂടുതൽ വെള്ളിയാഴ്ച മാത്രം അല്പനേരം കൂടുതൽ ജപിക്കണം. നിങ്ങളുടെ ഇഷ്ടം പോലെ ജപിക്കാം. അല്പം കൂടുതൽ ജപിക്കണമെന്നേ ഉള്ളൂ സാധാരണ ദിവസത്തേക്കാൾ. ഇത് നിങ്ങൾ നിത്യേന നിങ്ങൾ ചെയ്യുക. നിങ്ങളിപ്പം ലോകം മുഴുവൻ പോയി എന്തെല്ലാം ചെയ്തിട്ടും മാറ്റമില്ലാത്തവരും ഇത് ചെയ്യുക. നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും, നിങ്ങളുടെ ജീവിതം മാറും, നിങ്ങളുടെ വരുമാനം വർദ്ധിക്കും, നിങ്ങൾക്ക് സമ്പത്തുണ്ടാകും, ഐശ്വര്യമുണ്ടാകും, അപാരമായ ഐശ്വര്യങ്ങൾ ദേവി തരും, അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകും. കാരണം ഇത് അത്ഭുതകരമായ ശക്തിയുള്ളൊരു മന്ത്രമാണ്. ഇതിനൊരുപാട് രഹസ്യങ്ങളുണ്ട്, ഇതിനൊരുപാട് പ്രയോഗങ്ങളുണ്ട്. പലപ്പോഴും എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്ന കല്യാണക്കാര്യത്തിന് മാത്രമാണ്. ഒന്നുമല്ല, അതൊക്കെ അറിവില്ലായ്മ ഉണ്ട്. കല്യാണക്കാര്യത്തിനും ചെയ്യാൻ പറ്റത്തില്ലെന്നല്ല, ചെയ്യാം നല്ലതാണ്. പക്ഷെ ഇതുകൊണ്ട് വേറെ ഒരുപാട് ഗുണങ്ങളുമുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജീവിതം തന്നെ തലയിലെടുത്ത് തന്നെ മാറ്റാൻ പറ്റുന്ന ശക്തിയുള്ളൊരു മന്ത്രമായത്. പാർവതി ദേവിയുടെ അനുഗ്രഹത്താൽ സകലത് സിദ്ധിക്കും. അതുപോലെ ഈ മുൻജന്മ കർമ്മദോഷങ്ങൾ മാറാൻ കറുത്തവാവ് കഴിഞ്ഞു വരുന്ന തിങ്കളാഴ്ച രാവിലെ ശിവഭഗവാന് പാൽപ്പായസം, അതുപോലെ കൂവളത്തില കൊണ്ട് അർച്ചന. കറുത്തവാവ് കഴിഞ്ഞു വരുന്ന തിങ്കളാഴ്ച പാൽപ്പായസം, കൂവളത്തില കൊണ്ട് അർച്ചന, ഒരു പിൻവിളക്ക്, പാർവതി ദേവിക്ക് പിൻവിളക്കിന് രസീതെടുത്ത് ഇത്രയും നടക്കി വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ കറുത്തവാവ് കഴിഞ്ഞിരുന്ന ഞായറാഴ്ചയും ഇത് തന്നെ രാവിലെ ചെയ്യുന്ന നല്ലതാണ്. അത്ഭുതകരമായ രീതിയിൽ മുൻജന്മ കർമ്മദോഷം മാറും. ഇപ്പം 2 കാര്യങ്ങളാണ്. ഒന്ന്, കറുത്തവാവ് ആരോടും ചോദിക്കേണ്ട, കറുത്തവാവും വെളുത്തവാവും ഒന്നും. നിങ്ങളുടെ കൈ കലണ്ടർ ഉണ്ടെങ്കിൽ കലണ്ടറിൽ ആ അക്കത്തിന് താഴെ കറുത്ത വട്ടം നോക്കുക, അവിടുന്ന് നേരെ അങ്ങോട്ട് നോക്കുക. കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ച ഏതാന്ന് നോക്കുക, അടയാളപ്പെടുത്തുക. കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച ഏതാന്ന് നോക്കുക, അടയാളപ്പെടുത്തുക. ഈ 2 ദിവസങ്ങളിൽ ശിവക്ഷേത്രത്തിൽ രാവിലെ പാൽപ്പായസം, കൂവളത്തല കൊണ്ട് അർച്ചന, പാർവതി ദേവിക്ക് പിൻവിളക്കിന് രസീതെടുത്ത് അതുകൂടെ വയ്ക്കുക. ഇത് മാസത്തിൽ 2 ദിവസം ആവർത്തിക്കുക, അത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. മുൻജന്മ കർമ്മതോ 1 തവണ 2 തവണ ചെയ്തുകൊണ്ടൊന്നും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല, അതുകൂടെ പറഞ്ഞേക്കാം. ഇതൊക്കെ ആവർത്തിച്ചാലേ മാറ്റം ഉണ്ടാകത്തുള്ളൂ. ജീവിതത്തിലെല്ലാം ആവർത്തനമല്ലേ. നമ്മൾ ഓരോ ദിവസവും എഴുന്നേറ്റ് ഓരോ ദിവസം ആഹാരം കഴിക്കുന്നില്ലേ, അല്ലെ ഒരു ദിവസം കഴിച്ചുകൊണ്ട് മാത്രമല്ലല്ലോ നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഓരോ ദിവസവും ശ്വസിക്കുന്നില്ലേ, ഓരോ ദിവസവും ചിന്തിക്കുന്നില്ലേ, ഓരോ ദിവസവും പ്രവൃത്തി ചെയ്യുന്നില്ലേ. നമ്മൾ ദിവസം ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്. ഇതുപോലെയാണ് പ്രാർത്ഥനയും. ആവശ്യമുള്ളവർ ദിവസവും ചെയ്യണം. ഇപ്പോൾ ക്ഷേത്രത്തിൽ പോയി നമുക്ക് ദിവസം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആഴ്ചയിലൊന്നെങ്കിലും അല്ലെ മാസത്തിലൊന്നെങ്കിലും ആഴ്ചയിലൊന്നെങ്കിലും വഴിപാട് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ എത്ര തവണ ചെയ്യണം എന്ന് ചോദിക്കുന്നത് എനിക്ക് ഒരിക്കലും ഇഷ്ടമല്ല. അതിൻ്റെ അർത്ഥം അവർക്കൊന്നും അറിയത്തില്ലെന്നുള്ളതാണ്. അവരെല്ലാവരും കണക്കിലാണ്, ബിസിനസ്സിലാണ് കാണുന്നുള്ളതാണ്. ഞാൻ അങ്ങനെയുള്ളവരോട് മറുപടി പറയാറില്ല, വാട്സപ്പും ബ്ലോക്ക് ചെയ്യും. ചെയ്യണ്ടെന്നേ, അത്രയേ ഉള്ളൂ. ചെയ്യണ്ട. എത്ര തവണയെന്ന് ചോദിക്കുന്നതോടെ ഞാൻ പറയും ചെയ്യണ്ട. ചെയ്യണമെന്ന് ആരും പറഞ്ഞു, എനിക്ക് നിർബന്ധമൊന്നുമില്ല, ചെയ്യണ്ട. നിങ്ങൾക്ക് ചെയ്യണ്ട, അത്ര തന്നെ. കാരണം ഇത്ര തവണ ചെയ്തിട്ട് വേറെന്തോ ഇവിടെ പോകാനോ തവണ ചെയ്തിട്ട് നിർത്താനോ അവർക്ക് എന്തോ അവരുടെ കാര്യം നടക്കണം, അത്രയേ ഉള്ളൂ. അതിനുവേണ്ടിയല്ല ഈശ്വരനെ വിളിക്കേണ്ടത്. നമുക്കൊരു കാര്യം നടന്നാലും അതിനുശേഷവും ഈശ്വരനെ വിളിക്കണം. നമുക്ക് മോശ സമയത്തും ഈശ്വരനെ വിളിക്കണം, നമുക്ക് നല്ല സമയത്തും ഈശ്വരനെ വിളിക്കണം. അതാ യഥാർത്ഥ അറിവ്. അതറിയാത്തവൻ പോട്ടെന്നേ, അതറിയാത്തവർ ചെയ്യണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകും, ചെയ്യണ്ട. ഇതാണ് ഈശ്വരനെ ആപത്തിലും വിളിക്കണം, ഈശ്വരനെ നല്ല സമയത്തും വിളിക്കണം. ഒരു കാര്യം നടക്കാൻ വേണ്ടി മാത്രമല്ല, നടന്നു കഴിഞ്ഞ് വീണ്ടും നമ്മൾ സാധിക്കുന്ന പോലെ വഴിപാട് ആവർത്തിക്കണം. അപ്പോഴാണ് ആ ഈശ്വരനോട് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്ത മനുഷ്യനാണോ? നന്ദി ഇല്ലാത്ത മനുഷ്യനാണോ? മനുഷ്യനല്ല. മനുഷ്യനാണെങ്കിൽ അവനൊരു ഉപകാരം ഉണ്ടായാലും നന്ദി ഉണ്ടാകണം. ആ ഒരു നന്മയില്ലാത്തവനോട് പിന്നെ നമ്മളെന്താ പറഞ്ഞിട്ടാ കാര്യം? അതൊരു നന്മയാണ്, അതാരും പറഞ്ഞു കൊടുക്കുന്നതല്ല, നന്മ ഉള്ളിൽ നിന്നുണ്ടാകണം. എനിക്ക് ഇപ്പോഴും സ്വന്തമായിട്ട് വീടില്ല, കുടുംബമാണ്, 4 സെൻറ്റേ ഉള്ളൂ, ചെറിയ ഒരു രീതിയാണ്. അതുതന്നെ വന്നതന്നെ ഞാൻ ഈശ്വരനോട് നന്ദി പറയുന്നു. എനിക്കതും സന്തോഷവും, കിട്ടിയതിന് സന്തോഷം. അതും കുടുംബമാണ്. ഒരു 4 സെൻറ്റ് സ്ഥലമൊക്കെ തീരെ കുറവ്, കുഞ്ഞൊരു വീടാണ്. വളരെ ഇപ്പോൾ ഈ അത്തരത്തിലുള്ള വീടുകൾ തന്നെ ആർക്കും ഇല്ലെന്ന് പറയും. പക്ഷെ അത് കിട്ടിയത് എനിക്ക് ഈശ്വരനോട് നന്ദിയാണ്. അതൊരു വലിയ കാര്യം എന്നെ സംബന്ധിച്ചോളം. ഞങ്ങളുടെ വീട്, ആദ്യത്തെ വീട് ഒരു കടം കയറി ഒരു ജപ്തിയായാൽ, അപ്പോൾ ആ സമയത്ത് ഞാൻ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച മനുഷ്യരാണ്. ഇപ്പോൾ കുഴപ്പമില്ലാതെ ദൈവം അനുഗ്രഹിച്ച് കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ എവിടെയെങ്കിലും സ്ഥലം വീടും മേടിക്കണം, അതിനുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ ഞാൻ സ്വരൂപിച്ചിട്ടുമുണ്ട്. ബാക്കിയൊക്കെ ഈശ്വരൻ തരും എന്ന് വിശ്വസിക്കുന്നു.
എനിക്ക് അതിൻ്റെ അകത്ത് യാതൊരു ടെൻഷനുമില്ല, ഒരു വേവലാതിയില്ല. വിധിച്ചിട്ടുണ്ടെല്ലാം നടക്കുമെന്ന് എനിക്കറിയാം. അത് ഞാൻ ഈ ശിവനെ വിശ്വസിക്കുന്നു. എനിക്കതിനകത്ത് ഒരു ടെൻഷനുമില്ല. അപ്പം ഞങ്ങളുടെ വീട്, ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച വ്യക്തികളാണ്. അതുകൊണ്ട് എന്നോട് ഓരോരുത്തർ ബുദ്ധിമുട്ട് പറയുമ്പം അവരുടെ വിചാരം ഞാൻ ഇതൊന്നും അറിയാത്ത ആളാണ്. ഇവരെക്കാട്ടിയും ബുദ്ധിമുട്ടിലൂടെ കടന്നു വന്ന വ്യക്തിയാണ്. അപ്പം എനിക്ക് മാറ്റം ഉണ്ടായത് ഭഗവാനിൽ വിളിച്ചിട്ടാണ്. ഇന്ന് എനിക്ക് ദൈവം അനുഗ്രഹിച്ച് 10 മിനിറ്റ് പോലും വെറുതെ ഇരിക്കേണ്ട വരത്തില്ല. അതുപോലെ വർക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇന്ന് ദൈവം അനുഗ്രഹിച്ച ഒരു കുറവില്ല ഒന്നിനും. ഞാനൊരു കാര്യം വിചാരിച്ചാൽ അത് സാധിക്കാനോ, ഒരു കാര്യം ഒരാൾ പറഞ്ഞാലോ അതാരും കേൾക്കും. അത് ഏത് രീതിയിലുള്ള ഏത് നിലയിലുള്ള ആളാണെങ്കിലും നമ്മളെ അറിയാവുന്ന, നമ്മൾ പറഞ്ഞൊരു ഫലമുണ്ടായുള്ള വ്യക്തി ഞാനൊരു കാര്യം പറഞ്ഞാൽ അനുസരിക്കാതിരിക്കത്തില്ല. അതുപോലെ എവിടെ ചെന്നാലും എനിക്ക് എന്നെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ട്. അതുപോലെ ഞാൻ ഇരിക്കുന്നിടത്ത് സമ്പത്ത് വരുന്നുണ്ട്. ന്യായമായിട്ടുള്ള, സത്യസന്ധമായിട്ടുള്ള. എനിക്ക് ഇപ്പോഴൊന്നിനും ആ ഈശ്വരാനുഗ്രഹത്തെ ഒരു കുറവുമില്ല. എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച വ്യക്തിയാണ്. അന്ന് ജപ്തി ആകുന്ന സമയത്ത്, ഞങ്ങളുടെ ജപ്തി ആയില്ല, അതിനു മുമ്പ് ഞങ്ങൾ വിറ്റു. ജപ്തി നോട്ടീസ് വന്നപ്പോഴത്തേക്ക് ഞങ്ങളത് വേറെ മ്യൂച്വൽ കരാറായിട്ട്, വേറൊരാളുമായി കരാറായിട്ട് വിറ്റിട്ട് അത് ജപ്തി ഒഴിവാക്കി. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യുമെന്നറിയാം, ഞാൻ ശിവഭഗവാനെയാണ് ഏറ്റവും കൂടുതൽ വിളിച്ചത്. എങ്കിലും ഞങ്ങൾക്ക് ആ സ്ഥലം വീണ്ടും വിൽക്കേണ്ടി വന്നു. അപ്പോൾ ഇപ്പോൾ ചിലർ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട്, സാറേ ജപ്തി വന്നാൽ നിങ്ങൾ ആ സ്ഥലം വീണ്ടും വിറ്റിട്ട് കടം വീട്ടണം. ബാങ്കിന് നമ്മൾ ലോൺ എടുത്തെങ്കിൽ ബാങ്കിന് ആ ലോൺ കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. എടുത്തു കഴിയുമ്പം പിന്നെ അത്ഭുതം സംഭവിച്ച പോലെ അയ്യോ ഞങ്ങൾക്ക് നിവർത്തിയില്ല എന്ന് പറയുന്നതിനകത്ത് ഒരു കാര്യമില്ല. സ്ഥലം വീണ്ടും വിറ്റിട്ട് അത് വീട്ടണം. ഞങ്ങൾ അങ്ങനെ ചെയ്തത്. കാരണം നമ്മൾ ബാങ്കിൻ്റെ പൈസ എടുത്താൽ ബാങ്കിന് തിരിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതാണ് സത്യസന്ധത. വിറ്റിട്ട് കടം വീട്ടണം. വിറ്റിട്ട് കടം വീട്ടിയോണ്ടാണ് ഇന്ന് ഞങ്ങൾക്ക് വളരെ ചെറിയ ഒരു വീടേ മേടിക്കാൻ സാധിച്ചുള്ളൂ. അത് മതി, ഞങ്ങൾ സന്തോഷമാണ്. ഒരു 3.5 സെൻറ്റൊക്കെ 4 സെൻറ്റേ ഉള്ളൂ. സ്ഥലവും പുഴയൊന്നുമില്ല, സ്ഥലവും ഇടയൊന്നുമില്ല, കുഞ്ഞു വീടാണ്. പക്ഷേ എങ്കിലും നമ്മൾ സത്യസന്ധമായിട്ട് പ്രവർത്തിച്ചു. അല്ലാതെ കടം എന്ന് പറയുന്നതിൽ അത് വല്ല കാര്യമുണ്ടോ? ഉള്ളത് വിറ്റിട്ട് വീട്ടിട്ട് ആ തൊക്കിലൊതുങ്ങുന്ന മേടിക്കണം. എല്ലാവരും ഇതിലൂടെയൊക്കെ ഞാൻ കടന്നു വന്ന വ്യക്തിയാണ്. അതുകൊണ്ട് എന്നോട് പറയുമ്പം എനിക്കിതിനകത്ത് ആശ്ചര്യമൊന്നുമില്ല. സാറേ, നമ്മളൊരു ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തെങ്കിൽ അത് അടയ്ക്കാൻ നമ്മൾ ബാധ്യസ്ഥ. എടുക്കുമ്പോൾ അറിയാമല്ലോ അടയ്ക്കണമെന്ന്. അടയ്ക്കാതിരുന്നിട്ട് പിന്നെ ഒരു അത്ഭുതം സംഭവിച്ച പോലെ അയ്യോ ഞങ്ങൾക്ക് രക്ഷയില്ലേ എന്ന് പറഞ്ഞതിനകത്ത് വല്ല അർത്ഥമുണ്ടോ? വിറ്റിട്ട് കടം വീട്ടണം. അതാണ് സത്യസന്ധത. സത്യസന്ധത വേണം എപ്പോഴും ജീവിതത്തിൽ. അല്ലാതെ ആരെങ്കിലും സഹായിക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്ന് ഞങ്ങൾ ആരുടെയും സഹായത്തിൻ്റെ പുറകെ പോയിട്ടില്ല. കാരണം ഞങ്ങളുടെ വീട് വിറ്റിട്ട് വീട്ടുക എന്നുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അല്ലെങ്കിൽ ഇപ്പം ടി വിക്കകത്തൊക്കെ പലരും സഹായങ്ങൾ വരുന്നു. അപ്പം പണ്ട് ഈ ഒരു കോടാലി, ഒരു 2 മരം വെട്ടുകാരുടെ കഥയുണ്ടല്ലോ. ഒരാളുടെ കോടാലി അബദ്ധത്തിൽ പിന്നെ വെള്ളത്തിൽ പോയി കഴിയുമ്പോൾ ജലദേവത എടുത്തുകൊണ്ട് കൊടുത്തു കഴിയുമ്പം അയാളോട് ചോദിക്കും, ഇത് നിങ്ങളുടെ കോടാലിയാണോ എന്ന് ചോദിക്കുമ്പം സ്വർണ്ണക്കോടാലി കൊടുത്തു കഴിയുമ്പം അയാൾ പറയും ഇതല്ല എൻ്റെ കോടാലി ഇരുമ്പോട്ടുള്ള കോടാലിയാണ്. അങ്ങനെ വനദേവത അവസാനം ഇയാൾക്ക് സത്യസന്ധതയ്ക്ക് സ്വർണ്ണക്കോടാലി കൊടുക്കും. അപ്പോൾ ഇത് കാണുമ്പം അയൽപക്കക്കാരനോട് ഇത് പറയുമ്പോൾ അവൻ്റെ വിചാരം ഇങ്ങനെ അവനും കിട്ടുമെന്നുള്ള, അവൻ ദുരാഗ്രഹത്താൽ ഇതുപോലെ മരം വെട്ടാൻ പോയി അവൻ അറിഞ്ഞുകൊണ്ട് കോടാലി വെള്ളത്തിലോട്ടിടും. ഇത് വനദേവത വന്ന് ചോദിക്കുമ്പോൾ ഇവന് ഈ സ്വർണ്ണക്കോടാലി ഇവൻ ഇതുപോലെ തന്നെ പറയും. പക്ഷേ ഇവന് അത്യാഗ്രഹം ഉള്ളതുകൊണ്ട് വനദേവത അവന് ഇരുമ്പ് കോടാലി തന്നെ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടായി അവരെ ടി വിയിൽ ആളുകളൊക്കെ സഹായിക്കുന്നു, ലോൺ വീട്ടുന്നു. ഇത് കണ്ടുകൊണ്ട് ഇതൊരു തൊഴിലാക്കി പലരും വിചാരിക്കും ഇങ്ങനെ ഞാനും ബുദ്ധിമുട്ട് പറഞ്ഞാൽ എന്നെ ആരെങ്കിലും സഹായിക്കില്ല. അതൊരു തൊഴിലാണ്, അതൊരു അടവാണ്. ആരെങ്കിലുമൊക്കെ സഹായിക്കുന്നുണ്ട്, അതൊരവസ്ഥ ഉണ്ടായിരിക്കും, അതിൽ തെറ്റില്ല. പക്ഷേ എന്ന് കരുതി നമ്മൾ അങ്ങനെ ബാങ്കിലെ ലോൺ അടയ്ക്കാതിരിക്കുന്നത് അത് ഏറ്റവും വലിയ ഒരു സത്യമില്ലായ്മയാണ്. നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. നമ്മളെടുത്ത ലോൺ നമ്മൾ തന്നെ അടയ്ക്കണം. എന്നിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ അല്ലെ വാടകയ്ക്ക് പോകണം, അല്ലെ ചെറിയൊരു സ്ഥലവും വീടൂടെ മേടിക്കണം. അതാണ് സത്യസന്ധത. അപ്പം അന്ന് ഞാൻ ശിവനെയാണ് വിളിച്ചത്. അതായത് ആ വീട് സ്ഥലം വിറ്റു പോകുന്ന സമയത്തും. പക്ഷെ അന്നൊക്കെ ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു മനസ്സിൽ. പക്ഷെ ഇന്നിപ്പം എനിക്ക് ഭഗവാൻ എല്ലാം തന്നിട്ടുണ്ട്. ഇന്നും ഞാൻ ഭഗവാനെ വിളിക്കുന്നത്. എൻ്റെ സങ്കടത്തിലും ഞാൻ ഒരിക്കലും ഭഗവാനെ മറന്നിട്ടില്ല. അല്ലെ എൻ്റെ വീട് അന്ന് വിറ്റുപോയി, ജപ്തി നോട്ടീസ് വന്നു, ഇതൊക്കെ ഞാൻ ഒരിക്കലും ഭഗവാനെ പഠിച്ചിട്ടില്ല. ഇന്നിപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്നിലേക്ക് എത്തും. പക്ഷെ
പക്ഷെ അപ്പോഴും ഭഗവാനെ ഞാൻ വിളിക്കുന്നത്. എൻ്റെ മോശാവസ്ഥയിലും നല്ല അവസ്ഥയിലും ഭഗവാനെ ഒരുപോലെയാണ് ഞാൻ വിളിക്കുന്നത്. അത് നിങ്ങളോട് പറയുന്നതാണ്, നിങ്ങളും അങ്ങനെ ആയിരിക്കണം. ഒരു ദുഃഖം വരുമ്പോഴും നമുക്ക് ചിലപ്പം ദുഃഖം വന്ന ആ കാര്യം ചിലപ്പോൾ നടന്നെന്നിരിക്കത്തില്ല, അല്ലെ ചിലപ്പോൾ നടന്നെന്നും ഇരിക്കും. നടന്നാലും നടന്നില്ലേലും ഞങ്ങൾക്ക് വീട് സ്ഥലം നഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ എങ്കിലും ഞാൻ ശിവഭഗവാനെ മറന്നില്ല. പക്ഷെ ഇന്നെനിക്ക് ഭഗവാൻ എല്ലാം തരുന്നുണ്ട്. അപ്പം നമ്മുടെ സങ്കടത്തിലും സന്തോഷത്തിലും നല്ല അവസ്ഥയിലും മോശാവസ്ഥയിലും എല്ലാം ഈശ്വരനെ ഒരുപോലെ വിളിക്കുന്നവരാണ് യഥാർത്ഥ ഈശ്വരാധീനമുള്ളവർ. അല്ലാത്തവർ അവസരവാദികളാണ്. അവരൊരു കാര്യം നടക്കാൻ വേണ്ടിയാണ്. അങ്ങനെയുള്ളവരൊന്നും നമ്മൾ ഒരു കാര്യവും നമ്മൾ പറഞ്ഞു കൊടുക്കാതെ നമുക്ക് ഇഷ്ടമല്ല. അവസരവാദികൾ, അവസരത്തിന് നിൽക്കുന്നവരല്ല യഥാർത്ഥ ഭക്തർ. സത്യസന്ധമായ ആപത്തിലും നല്ലതിലും ആപത്തിലും ഈശ്വരനെ ഒരുപോലെ വിളിക്കണം. അല്ല, എനിക്കൊരു കാര്യം നടന്നില്ല അതെന്ന് കരുതി ഈശ്വരനെ വെറുക്കുന്നവനല്ല യഥാർത്ഥ ഭക്തൻ. അത് യഥാർത്ഥ ഭക്തിയല്ല. ഇന്നിപ്പം എനിക്ക് എൻ്റെ യാത്രയിൽ എനിക്ക് അഗസ്ത്യരുടെ നിന്നുള്ള വിദ്യകൾ വരെ കിട്ടാൻ എനിക്ക് യോഗമുണ്ടായി. അത് എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ ആപത്തിലും സന്തോഷത്തിലും സങ്കടത്തിലും ഭഗവാനെ സത്യസന്ധമായിട്ട് വിളിച്ചുകൊണ്ടാണ്. ഭഗവാനെ ഒരിക്കലും ഞാൻ ഒന്നിനും പഴി പറഞ്ഞിട്ടില്ല. ഇപ്പം എനിക്കൊരു എൻ്റെ വീട് സ്ഥലം വിറ്റുപോയതെങ്കിൽ അത് ഞങ്ങളുടെ കഴിവുകൾ കൊണ്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട് കൊണ്ടാണ്. ഭഗവാനെ ഞങ്ങൾ കുറ്റം പറഞ്ഞിട്ടില്ല. ഞങ്ങളത് വിറ്റിട്ട് ഞങ്ങൾ ലോൺ വീട്ടിട്ട് ഞങ്ങൾ ചെറിയൊരു 3.5 സെൻറ്റ് സ്ഥലവും ചെറിയൊരു വീടും, തീരെ ചെറിയൊരു വീട്. പക്ഷെ എങ്കിലും നമ്മളത് മേടിച്ചു. പക്ഷെ അതൊന്നും ഭഗവാനെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ടില്ല. അന്നും ഭഗവാനെ എത്രയും സ്നേഹിക്കുന്നു, എത്രയും ബഹുമാനിക്കുന്നു, ആ രീതി ഇന്നും സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, വിളിക്കുന്നു. അതാണ് യഥാർത്ഥ ഭക്തി. അത് നിങ്ങൾക്കൂടെ മനസ്സിലാകാൻ വേണ്ടിയാണ് പറഞ്ഞിരുന്നത് കേട്ടോ. അങ്ങനെ വേണം. അതുകൊണ്ട് എന്നോട് ചിലർ ചോദിക്കും എത്ര തവണ ചെയ്യണം എന്ന് ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾക്ക് ചെയ്യണ്ട, അങ്ങനെയുള്ളവർ ചെയ്യണ്ട, ആവശ്യമുള്ളവർ ചെയ്താൽ മതി. എനിക്ക് ഏറ്റവും ദേഷ്യം വരുന്നൊരു ചോദ്യമാണ് അത്. ഞാൻ അവരുടെ വാട്സപ്പ് ഉൾപ്പെടെ ബ്ലോക്ക് ചെയ്യും. ആവശ്യമുള്ളവർ ആവർത്തിക്കുക. സങ്കടത്തിലും സന്തോഷത്തിലും ഭഗവാനെ വിളിക്കുക. അവരെല്ലാം ഭഗവാൻ ഉയർത്തിയിട്ടുണ്ട്. ഇപ്പം എനിക്കിന്ന് അഗസ്ത്യരുടെ വിദ്യ കിട്ടിയെങ്കിൽ അത് ഞാൻ സങ്കടത്തിലും സന്തോഷത്തിലും ഭഗവാനെ വിളിച്ചുകൊണ്ടാണ്. സാക്ഷാൽ ശിവൻ്റെ സത്യവിദ്യ എനിക്ക് കിട്ടിയത്. ചെറിയ കളിയൊന്നുമല്ല അത്. നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞായിരുന്നു. നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് തന്നെ പല നാശങ്ങളും ഉണ്ടാകും. അതൊന്നും ഈശ്വരനെ കുറ്റപ്പെടുത്തരുത്. ചിലർ കൈ നോക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, വിവാഹരേഖയിൽ വലിയ ദോഷങ്ങളില്ല. പിന്നെ നിങ്ങൾ വിവാഹ ജീവിതത്തിൽ ഇപ്പം പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലിരിപ്പാണ്. അത് നിങ്ങൾ മാറ്റിയാൽ മതി. നിങ്ങളുടെ അഹങ്കാരമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ശാഠ്യമാണ്. ഇനി കുഴപ്പമുണ്ടെന്നുണ്ട് അതിന് പരിഹാരം പറഞ്ഞോളൂ. അപ്പം നമ്മുടെ അഹങ്കാരം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളുണ്ട്, നമ്മുടെ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളുണ്ട്, നമ്മുടെ അത്യാർത്ഥി കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളുണ്ട്, നമ്മുടെ ഉപേക്ഷ കൊണ്ട് വിചാരിക്കുന്ന കാര്യങ്ങളുണ്ട്. അതിനൊന്നും ഈശ്വരനെ പഠിച്ചൊരു കാര്യമില്ല. പിന്നെ അല്ലാതെ സംഭവിക്കുന്ന കാര്യങ്ങളുണ്ട്. അതിന് നമ്മൾ വഴിപാട് ചെയ്യുക, ഈശ്വരനെ മുറുക്കെ പിടിക്കുക എന്നുള്ളതുള്ളൂ. ഈശ്വരൻ തീർച്ചയായിട്ടും നമ്മളെ ഉയർത്തിക്കൊണ്ടുവരും. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവ ശിവ.